എന്റെ വാക്കുകൾ ധിക്കരിച്ച് താൻ പോകാൻ തീരുമാനിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുകൂടി കണ്ടിട്ട് പോയാൽ മതി. അയ്യോ സൂര്യ സർ, എന്താ? അയ്യോ മോനെ സൂര്യ. സൂര്യ സാറേ. അയ്യോ സൂര്യ, 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 സൂര്യ. എന്താണ് ഇതൊക്കെ? എന്തിനാ ഇതൊക്കെ ചെയ്തത്? സൂര്യ. അയ്യോ നന്ദിനി, താൻ പോവല്ലേ? വയ്ക്കോ വയ്ക്കോ. മോനെ സൂര്യ. വിജയ് വേഗം വണ്ടി എടുക്ക്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എഴുന്നേക്ക്. സൂര്യ. സൂര്യ. സിസ്റ്ററെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യൂ. ഓക്കെ ഡോക്ടർ. ചെറിയ വേദന ഉണ്ടാവും കേട്ടോ. ആഴത്തിലുള്ള മുറിവുണ്ടാവും നോക്കണേ. എന്താ സംഭവിച്ചത്? നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാര് ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത് എന്തിനാ? സിസ്റ്ററെ, എന്തായാലും എക്സ്റേ എടുക്കേണ്ടി വരും. ഓക്കെ ഡോക്ടർ. ഫ്രാക്ചർ ഉണ്ടോന്ന് നോക്കണം. ഓക്കെ ഡോക്ടർ. മമ്മി, ഇവൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇവൾ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം. അതെ ആന്റി, അല്ലെങ്കിൽ സൂര്യക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഇവളിവിടെ കടിച്ചു തൂങ്ങാൻ സാധ്യതയുണ്ട്. യാത്ര പറഞ്ഞ് പടി ഇറങ്ങിയവൾക്ക് ഇനി ആ വീട്ടിൽ സ്ഥാനമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ, അല്ലെങ്കിൽ അപകടം. ഈ അപകടം മുഴുവൻ നീ ഉണ്ടാക്കി വെച്ചതാ. കൂടുതൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കല്ലേ. നിങ്ങളൊന്ന് മാറി നിന്നേ. നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് പോന്നെ? അത് സാറ് എല്ലാം അവസാനിപ്പിച്ച് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നവളാ. ആ നിനക്ക് ഇനി എന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചാൽ എന്താ? ഇറങ്ങി പോവാൻ നോക്ക്. എന്താ പത്മ ഇത്?
ഒരു ഹോസ്പിറ്റലാണെന്ന് പോലും നോക്കാതെ. അതെ, ഹോസ്പിറ്റലാണ്. അകത്ത് കിടക്കുന്നത് എന്റെ മകനുമാണ്. അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ കൂടെ നിൽക്കാനും പരിചരിക്കാനും ഒക്കെ എനിക്കറിയാം. ഇവിടെ ഒരു വേലക്കാരുടെ ആവശ്യമില്ല. സൂര്യ സാറിന്റെ അവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം മാഡം. ഓ, അവൻ ചത്ത തന്നെ നിനക്ക് എന്താടി? പത്മ, സൂക്ഷിച്ച് സംസാരിക്കണം. ഒരുതരം വൃത്തികെട്ട പെണ്ണുങ്ങളെ പോലെ എന്ത് ഈസി ആയിട്ടാ താൻ മരണത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. നോക്ക്, ഇവളെ ഇനി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നടക്കില്ല. ഇവള് സൂര്യയുടെ ഭാര്യയാണ്. ഇവൾ എന്ത് ചെയ്യണമെന്ന് അകത്ത് കിടക്കുന്ന സൂര്യ തീരുമാനിക്കും. അവനൊരു തീരുമാനം എടുത്താൽ അതിനെ തടയാൻ ആർക്കും പറ്റില്ല. കാണാം നമുക്ക്. കുടുംബത്തിനകത്തുണ്ടായിരുന്ന ഒരു വേസ്റ്റ് ഇപ്പൊ പുറത്തെത്തിയിട്ടുണ്ട്. അത് തിരിച്ച് എന്റെ വീടിനകത്ത് എത്തിക്കരുത്. മോളെ, എന്താ സാർ സൂര്യ സാറി കാണിച്ചത്? എന്തിനാ ഇതൊക്കെ? എന്നെ തടഞ്ഞു നിർത്താനോ? ഞാനിനി ഒരിക്കലും അവിടേക്ക് വരില്ല സാർ. ഇപ്പൊ ഇതൊന്നും സംസാരിക്കാനുള്ള സമയമല്ല. അവന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയട്ടെ, എന്നിട്ടാവാൻ ബാക്കിയൊക്കെ. അനാവശ്യമായ ആവേശത്തിന് അല്പം വില കൊടുക്കേണ്ടി വരും. ഇനി 3 മാസത്തേക്ക് കയ്യനക്കാൻ പാടില്ല. ഡോക്ടർ, അതെ, ഇപ്പൊ കാണിക്കുന്ന ഈ ഞെട്ടലുണ്ടല്ലോ, ആവേശത്തിന് മുമ്പ് അതൊന്ന് ഓർത്താ മതിയായിരുന്നു. എല്ലിന് സ്ക്രാച്ചസ് ഉണ്ട്, ലിഗമെന്റ് പ്രോബ്ലം ഉണ്ട്. പിന്നെ 3 മാസം നിങ്ങൾ കൈക്ക് കൊടുക്കുന്ന റെസ്റ്റ് പോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അല്ല, ഇതല്ലാതെ വേറെന്തെങ്കിലും? ഇതല്ലാതെ മറ്റൊന്നിനും ശ്രമിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലത്. ഓക്കെ? സിസ്റ്ററെ, 3 മാസം എന്ന് ഡോക്ടർ പറഞ്ഞാൽ അത്രയൊന്നും വേണ്ടി വരില്ല അല്ലേ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ എഴുന്നേറ്റ് പോക്കോ. ഓഹോ, കൈ തല്ലിപ്പൊട്ടിച്ച് എനിക്കിത്ര ഗൗരവമില്ലല്ലോ.